പ്രത്യാശയിൽ വീണ്ടും കാണാമെന്നുള്ള വലിയ ഉറപ്പ് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഇതുപോലൊരു അവസരം നൽകി തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് പ്രിയ കർത്താദാസൻ വി പി മത്തായി 2 മിനിറ്റ് സമയം എടുക്കുന്നതായിരിക്കും. വി പി മത്തായി. ദൈവനാമത്തിന് സ്തോത്രം ചെയ്തുകൊള്ളുന്നു. വേർപാട് അല്ലെങ്കിൽ മരണം നമ്മൾക്കേവർക്കും ദുഃഖം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയരുത്. ശിഷ്യന്മാരൊക്കെ തൻ്റെ വചനം കേട്ടപ്പോൾ കലങ്ങിപ്പോയി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയരുത്, ദൈവത്തിൽ വിശ്വസിപ്പി. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിച്ചു കൊള്ളണം. ഈ അപ്പച്ചനുള്ള ബന്ധത്തിലെ അനേക വർഷങ്ങളുടെ എനിക്ക് ഈ കുടുംബത്തോടുള്ള ബന്ധമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു 35-36 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു ക്രിസ്തീയ സ്നേഹബന്ധമാണ് ഈ കുടുംബമായിട്ടുള്ളത്. ഈ അപ്പച്ചനും അമ്മച്ചിയും ഗൾഫിലൊക്കെ വരുമ്പോഴേ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഇടയായി. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അപ്പച്ചനൊരു ദൈവഭക്തനായിരുന്നുള്ളത്. ഞാൻ ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അപ്പച്ചനും അമ്മച്ചിയും ഒരു ദൈവഭക്തരായിരുന്നു എന്ന് ഒരു അനുഭവത്തിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കും. അവരുടെ മക്കളെല്ലാവരും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയാക്കുന്നുണ്ട്. അത് ആ മാതാപിതാക്കളെ, ആ കുഞ്ഞുങ്ങളെ വളർത്തിയ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം വരാൻ സാധിച്ചത്. നമ്മൾക്കറിയാം, ഈ അപ്പച്ചനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നമ്മളൊരു പ്രത്യാശയുണ്ട്. നമ്മളെ വിട്ടുപോയ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാതെ കാണാമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയുടെ ഒരു ബേസിക്കാണ് രണ്ടാമത് ജനിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ രണ്ടാമത് ജനിച്ചുകൊണ്ടാണ് ആ പ്രത്യാശ നമ്മൾക്കുള്ളത്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മാത്രമേ ആ പ്രത്യാശ ഉള്ളൂ. ഒരു ദൈവമക്കൾ മാത്രമേ ആ പ്രത്യാശയിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ പ്രത്യാശയോടുകൂടി നമ്മൾക്ക് ദൈവത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് നമ്മളെ വിട്ടുപോയ കടന്നുപോയ മാതാപിതാക്കന്മാരെ ബന്ധുവത് കാണാമെന്നുള്ള പ്രത്യാശ ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് ഈ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. തനിയാണ് ജീവിച്ചിരിക്കുന്നത്, തക്ക തുണ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ദൈവം ആ മാതാവിനെ വരും ദിവസങ്ങളിലെ പ്രത്യാശയോടെ ഈ ഭൂമിയിലായിരിക്കുവാനെ മാത്രമല്ല, ബന്ധുമിത്രാദികളെ നമ്മൾ ഓർത്ത പ്രകാരം 8 മക്കളെ അവർ കൊടുത്തു. 6 2 8. എനിക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രമാത്രം ഒരു സ്നേഹവാനായ ഒരു ദൈവഭക്തനായിരുന്നു ഇത് എന്നറിയാൻ സാധിക്കും. വരും ദിവസങ്ങളിലെ ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.